ഇന്ന് ഉച്ചയ്ക്ക് ചോറിനൊപ്പം കഴിക്കാൻ എന്തൊക്കെ കറികളാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് നോക്കാം. വെള്ളരിക്ക കറി, വെള്ളക്കറിയാണേ. പിന്നെ പച്ചക്കായ അവിയലിന് അടുത്ത അടുപ്പിൽ വേവുന്നുണ്ട്. അത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നില്ല അല്ലേ? അപ്പോൾ ഇനി ഇതിന് അരപ്പ് റെഡിയാക്കാം. തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞളും ജീരകമൊക്കെ ചേർത്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ച് അവിയലിനേക്ക് എടുത്ത്, ഇനി അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി അരച്ച് കറിയിലും ചേർക്കുമ്പോൾ ഒറ്റ അരപ്പിൽ കാര്യം അവിടെ കഴിഞ്ഞ് കിട്ടും. അപ്പോൾ അവിയൽ ഇറക്കി അടുപ്പിൽ ഞാൻ ചോറ്റിന് വെള്ളവും ഇട്ട്. അപ്പം വെള്ളം അവിടെ ചൂടാവുന്ന സമയം കൊണ്ട് ഇനി കറിയൊക്കെ ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് താളിച്ച് കഴിഞ്ഞിട്ട് ഈ ചട്ടിയിൽ തന്നെ ഒരിത്തിരി എണ്ണ കൂടെ ഒഴിച്ച് നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്യാനുണ്ട്. അത് ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എളുപ്പപ്പണികൾ ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ പ്രാവശ്യം താളിക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ ഈ മസാല എണ്ണയിൽ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്യുമെന്നറിയാവോ? ഇതിൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ മസാല അതിൽ തന്നെ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ ചൂടായി കഴിഞ്ഞ് ഇനി അരി കഴുകിയിടട്ടെ. കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അരി ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് അതും അടുപ്പിലാക്കി. അപ്പം വെള്ളക്കറിയും അവിയലുമാണ്. വലിയ എരിയുള്ള സംഭവമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ കുറച്ച് ചമ്മന്തി അരച്ചു. പുളിയും പച്ചമുളകൊക്കെ വെച്ച് ചമ്മന്തി അരച്ച്. അപ്പം വഴുതനങ്ങ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെ ഞാനൊരു ഉണക്കമീനും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ള കറി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.